എടാ ഉപ്പ് എടുക്കടാ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അനിലേട്ടൻ്റെ പൊട്ടിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മളെ റഹീമിൻ്റെ സ്റ്റിക്കിൽ നല്ലൊരു അടി കിട്ടിയിട്ടോ. അടി കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ചെയ്ത് നല്ല അടിപൊളി ഹുക്കപ്പ് കൊടുത്തു. ഹുക്കപ്പ് കൊടുത്തപ്പോൾ തന്നെ അത് അപ്പോൾ തന്നെ കല്ലിൻ്റെ പൊത്തിലും കയറി. ഒരനക്കൂല്ല. ഇനിയിപ്പോൾ എവിടെയും കുടുങ്ങിയതാണോ എന്ന് പോലും ഡൗട്ടായി. അങ്ങനെയായിരുന്നു കേട്ടോ. ലൈനിലൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയപ്പോൾ ഒരു അനക്കുണ്ട്, മീനുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഒരു ഇത് കിട്ടി. അപ്പോൾ നന്നായിട്ട് മുകളിലേക്ക് നന്നായി സ്റ്റിക്ക് വലിച്ചിട്ടോ. വലിച്ചപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് പോന്നു. അപ്പോൾ നന്നായി നമ്മൾ റിട്രൈവ് ചെയ്തെടുത്ത്, പക്ഷേ പൊട്ടിപ്പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും നല്ലതായിട്ട് സ്ട്രൈക്ക് കിട്ടിട്ടോ. അത് അത്യാവശ്യം ആൾ അതിന് മടയിൽ ടൈം കൊടുക്കാതെ നല്ല സ്പീഡിൽ വലിച്ച് കയറ്റിട്ടോ. ഞങ്ങൾ നല്ലൊരു മീൻ തന്നെയെന്ന് വിചാരിച്ചത്. പക്ഷേ അടുത്തെത്തിയപ്പോഴല്ലേ ആളെ മനസ്സിലായത് നമ്മളെ പാമ്പാണ്. ഇതിന് ശരിക്കുള്ള പേരെന്താ അറിയില്ല. മറ്റേ ബ്ലാങ്ക് ആണെങ്കിൽ ഞങ്ങൾ എടുക്കാറുണ്ട്. ഇത് ബ്ലാങ്ക് അല്ല, ഇത് കടൽ പാമ്പെന്ന് തന്നെ പറയണതാണ്. ചിലർ ഇതിന് കഴിക്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ എടുക്കില്ല. അങ്ങനെ അതിനെ ഞങ്ങൾ റിലീസ് ചെയ്തു കേട്ടോ. സ്റ്റിക്ക് റിലീസല്ല, പൊട്ടിപ്പോയത്. പക്ഷെ അതിൻ്റെ മീനെ എടുക്കാൻ വേണ്ടി ഇറങ്ങണ വഴിക്ക് എൻ്റെ കാലൊന്നും തെന്നിയിട്ടുണ്ടായിരുന്നു. കാല് തെന്നിയിട്ട് കാലിൻ്റെ അടി നല്ലൊരു മുറി. അതാണിപ്പോൾ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നല്ല വലിയ മുറി കേട്ടോ. നല്ല അടിക്കാൻ നല്ലൊരു ആഴം ഉള്ള മുറിയാണ്. ചോര വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ.